അതെ മനോജ് ഭായി, നമുക്ക് 2 ബ്രെയിൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലേ? 2 അല്ല, എത്ര എണ്ണം ഉണ്ടാവുന്ന അത്ര നല്ല പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന് ഓഫ് ആകുമ്പോ മറ്റേത് എന്നാ നിങ്ങൾക്ക് അത്ര അധികം ഒന്നും തരാൻ പറ്റില്ല. ഒരെണ്ണം ഉണ്ട്. ഒന്നുകൂടെ തരാം. ഒരു സ്റ്റെപ്പിന് ബ്രെയിൻ തരട്ടെ. അത് ശരി. അതായത് നമ്മുടെ പ്രൈമറി ബ്രെയിൻ നമ്മുടെ തലച്ചോറ് തന്നെയാണ്. പക്ഷേ ഒരു സെക്കൻഡറി ബ്രെയിൻ എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? നമ്മുടെ ഗട്ട് ലൈനിൽ ഒരു ബ്രെയിൻ ഉണ്ട്. എന്താ ഈ ഗട്ട് ഫീലിംഗ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുണ്ട്. അതെന്താ സാധനം? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെ ചെയ്യാൻ ആലോചിക്കുന്നു, അപ്പൊ തന്നെ നമ്മുടെ മനസ്സ് ചിലപ്പം അത് ചെയ്താൽ ശരിയാവില്ല അതാണോ കോൺഷ്യൻസ് അല്ലെ? നമ്മുടെ ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഈ ഗട്ട് ലൈൻ ഉണ്ട്. ഗട്ട് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ മൗത്ത് തൊട്ട് നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള ഒരു ലൈനിങ് ആണ് ഗട്ട് ലൈൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈമറി ബ്രെയിൻ തലയ്ക്കുള്ളില്, സെക്കൻഡറി ബ്രെയിൻ എന്ന് പറയുന്നത് ഈ ഗട്ട് ലൈനിലുള്ളത്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആരാന്നറിയോ? ഏറ്റവും വലിയ നെർവസ് സിസ്റ്റം ആണ്. അതാണ് വാഗസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ വാഗസ് നെർവസ് സിസ്റ്റം ആണ് നമ്മുടെ ഇമോഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ ചിലരൊക്കെ ഈ ഇമോഷൻസ് വരുന്ന സമയത്ത്, പലതരത്തിലുള്ള ഇമോഷൻസ് വരുമ്പോ ഇങ്ങനെ ഈ നെഞ്ചിൽ ഇങ്ങനെ തിരുമെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ബാലചന്ദ്രമേനോനൊക്കെ കുട്ടാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതേപോലെ ഈ ഇവിടെയാണ് അതിന്റെ ഫീലിങ്സ് എല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഏകദേശം 100 മില്യൺ ന്യൂറോൺസിലധികം ഉണ്ട്. ഈവൻ സ്പൈനൽ കോഡിൽ പോലും അത്രയില്ല. അതാണ് ഗട്ട് ലൈൻ ബ്രെയിൻ. മോശമില്ല, അവൻ അടിപൊളി.